എൻ്റെ മോന് അമ്മയായിട്ടെങ്കിലും അവൻ്റെ കൂടെ ഇരിക്കുവാൻ, എന്നെ എങ്ങനെയെങ്കിലും എൻ്റെ അസുഖം മാറ്റിത്തരുവാൻ, ഈ സർജറിക്ക് വേണ്ടി എന്നെ ഒരുക്കുവാൻ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ കൂടുതൽ ജീവിതവും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഭിന്നശേഷിക്കാരനായ ഒരു മകന് അമ്മയെ നൽകുവാൻ എല്ലാവരുടെയും ഒരു സഹകരണവും. ഇവരുടെ ദുരിതങ്ങൾ കേട്ട ഞങ്ങൾ എല്ലാവരും തന്നെ അക്ഷരാർത്ഥത്തില് കണ്ണീര് പൊഴിക്കുകയാണ്. എന്തു പറയണം, എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാൻ മേല. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെല്ലാവരും ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം ഒരു വീട്ടില് ഇന്ന് ഓടിക്കൂടിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇവരുടെ ദുരിതം കേട്ടിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവമേ, എന്തിന് ഈ കുടുംബത്തിന് ഇത്രയും ദുരിതങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. കുറുമ്പനാടത്ത്, ചങ്ങനാശ്ശേരി കുറുമ്പനാടം കൃഷ്ണാലയത്തിലെ ലത എന്ന് പറയുന്ന ഈ കുടുംബനാഥയ്ക്ക് വൃക്കരോഗമാണ്. 47 വയസ്സ്, 6 വർഷമായി വൃക്കരോഗിയാണ്. വൃക്ക മാറ്റിവെച്ചില്ലെങ്കിൽ ഈ അമ്മ മരണപ്പെടും. 10 വർഷം കാത്തിരുന്ന ആദ്യത്തെ 3 കുഞ്ഞുങ്ങളും ഗർഭാവസ്ഥയിൽ തന്നെ മരണപ്പെടുകയായിരുന്നു. അങ്ങനെ 10 വർഷം കാത്തിരുന്ന ഒരു കുഞ്ഞിനെ കിട്ടിയതാണ്. അതാണ് ഈ അനന്ത്. 16 വയസ്സുള്ള ഭിന്നശേഷിക്കാരൻ, ശാരീരികവും മാനസികമായ ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞാണ്. രണ്ടാമതായുള്ള മകൻ അഭിനന്ദ്, 14 വയസ്സ്, ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ കുടുംബത്തെ പോറ്റാമെന്ന് കരുതിക്കൊണ്ട് കുടുംബനാഥനായിട്ടുള്ള രാധാകൃഷ്ണൻ മേശിരിപ്പണിയായിരുന്നു. പക്ഷെ ആ പണിക്ക് പോകാൻ പറ്റില്ല. അലർജി കൊണ്ട് അദ്ദേഹത്തിന്റെ കൈയും കാലുകളൊക്കെ പൊട്ടുന്നത് കൊണ്ട് ഇന്ന് ഒരു കടയില് സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഏറെ വേദനിക്കുന്ന ഈ കുടുംബത്തെ നിങ്ങൾ സഹായിക്കണമേ എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അപേക്ഷ. ഇതാണ് എൻ്റെ കുടുംബം, എൻ്റെ 2 മക്കള്, ഭർത്താവ്, ഇതിൻ്റെ വീട്. 6 വർഷമായിട്ട് വൃക്ക സംബന്ധമായ അസുഖത്തെ വളരെയേറെ കഷ്ടപ്പെട്ട് ഈ വീട് നടത്തുന്നത്. ഇപ്പം വൃക്ക മാറ്റി വെക്കലാണ് എൻ്റെ ജീവൻ നിലനിർത്താൻ സാധിക്കത്തുള്ളൂ ഡോക്ടർ ബാബു പറയുന്നു. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളും ഭർത്താവും ഒത്ത് ജീവിക്കുവാൻ ഒരു ഭാഗ്യം ഒരിക്കൽ കൂടി എല്ലാവരോടും അപേക്ഷിക്കുന്നു. എൻ്റെ ജീവന് വേണ്ടി എല്ലാവരും എന്നെ സഹായിക്കണം. ഞാൻ രാധാകൃഷ്ണൻ അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ കുറുമ്പനാടത്ത് താമസിക്കുന്നു. മേസ്തിരിപ്പണിയായിരുന്നു. കയ്യിൻ്റെ വെള്ളയിലും കാലിൻ്റെ വെള്ളയിലും ഉണ്ടാകുന്ന അലർജി മൂലം എനിക്ക് മേസ്തിരിപ്പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി പറയുമ്പോൾ എൻ്റെ വിവാഹത്തിന് ശേഷം എൻ്റെ കൂടുതൽ ജീവിതവും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കുട്ടികളുണ്ടാകാത്തതിനാൽ 10 വർഷം ഞാൻ കൊണ്ടു നടന്ന് ചികിത്സിച്ചാണ് നമുക്ക് ഉണ്ടായ മൂത്ത മകൻ ഭിന്നശേഷിക്കാരനാണ്, മൾട്ടിപ്ലസ് ഡിസബിലിറ്റി ആണ്. അങ്ങനെ ആ ദുഃഖത്തിൽ ഞാൻ സന്തോഷവാനായിരുന്നു. മറന്ന് വീണ്ടും ഒരു കുട്ടി ഉണ്ടായി. അവന് ജന്മന തന്നെ ഹാർട്ടിന് കുഴപ്പമായിരുന്നു. അത് 1.5-1.25 വയസ്സുള്ളപ്പം ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ജീവിതം വീണ്ടും നല്ല സന്തോഷമായിട്ട് വരുമ്പോഴാണ്, നല്ല രീതിയിലൊരു ജീവിതം ആഗ്രഹിച്ചു വരുമ്പോഴാണ് വീണ്ടും എൻ്റെ ഭാര്യയിലേക്ക് പ്രഗ്നൻസിയോടുകൂടി ഷുഗർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വൃക്കരോഗത്തിലേക്ക് വരികയും 6 വർഷമായി ഞാൻ ചികിത്സിച്ച് വരികയുമായിരുന്നു. അപ്പം എനിക്ക് താങ്ങാൻ പറ്റാത്ത വിധം വിഷമതകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് എൻ്റെ വാർഡിലെ മെമ്പർ ഈ കാര്യം അറിയുകയും മറ്റുള്ള മെമ്പർമാരെയും അച്ഛനെയൊക്കെ കൂട്ടി എൻ്റെ ഭവനത്തിൽ വരികയും എന്നെ ആശ്വസിപ്പിക്കുകയും എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം നല്ലവരായ എല്ലാവരും എൻ്റെ ഭാര്യയുടെ കിഡ്നി മാറ്റിവെച്ച് എൻ്റെ മകന്, ഭിന്നശേഷിക്കാരനായ ഒരു മകന് അമ്മയെ നൽകുവാൻ എല്ലാവരുടെയും ഒരു സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ദുരിതങ്ങൾ കേട്ട ഞങ്ങൾ എല്ലാവരും തന്നെ അക്ഷരാർത്ഥത്തില് കണ്ണീര് പൊഴിക്കുകയാണ്. എന്തു പറയണം, എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാൻ മേല. ഇവർക്ക് ഭീമമായിട്ടുള്ള ഒരു തുകയാണ് വേണ്ടത്. നമ്മുടെ ചെറുതും വലുതുമായ സഹായങ്ങൾ കൊടുത്ത് ഈ കുടുംബത്തെ കൈവിടരുതേ എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ.